ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ പ്രത്യേകമായൊരു പഠന പരമ്പരയുടെ 89ാമത്തെ അവതരണത്തിലാണ്. 89ാമത്തെ അവതരണം റോമാലേഖന പഠനം. റോമാലേഖനം ഒരു വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുവാൻ അനിവാര്യമായിരിക്കുന്ന അടിസ്ഥാന സത്യം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പുതിയ ലേഖനമാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട റോമാലേഖനം. ഈ പുസ്തകത്തിൻ്റെ പ്രമേയം വിശ്വാസത്താലുള്ള നീതീകരണം, അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ കയറി ചെന്ന് അംഗീകരിക്കപ്പെടുന്ന നിലയിൽ നിൽക്കുവാൻ ദൈവത്തിൽ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്ന വിശ്വാസം. ആ വിശ്വാസത്താലാണ് ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്, ദൈവം അവനെ അംഗീകരിക്കുന്നത്. ഈ വിഷയത്തിൻ്റെ ഉദാഹരണം മാതൃകയായി പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിച്ചത് അബ്രഹാമിനെയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം നാം പിന്തുടരണം. ആ കാൽച്ചുവട് പിന്തുടരണം. ആ വിശ്വാസത്തെ അനുഗമിക്കണം. കർത്താവ് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം അർപ്പിക്കുന്ന വ്യക്തി, ക്രിസ്തുവാണ് വിശ്വാസത്തിൻ്റെ മാതൃകയെങ്കിലും ആ ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരാനാണ് പത്രോസിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ മാതൃകയായി നാം പഠിക്കേണ്ട പാഠങ്ങൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തിൽ നാം പഠിക്കേണ്ടതുണ്ട്. റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വേദഭാഗം വായിച്ച് നമ്മുടെ പഠനം തുടരാം. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 23 മുതൽ അവിടെ ഒരു പുറകോട്ട് വായിക്കാം. 22 മുതൽ. അതുകൊണ്ട് അത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെയാകുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇതുവരെ പറഞ്ഞതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മളെ നടത്തുകയാണ്. അപ്പോൾ അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു. അബ്രഹാമിനെക്കുറിച്ചുള്ളൊരു സ്മരണ നൽകാൻ വേണ്ടിയല്ല, അബ്രഹാമിനെ നാം ഓർമ്മിക്കാൻ വേണ്ടിയല്ല. ദൈവം മോശയിലൂടെ അബ്രഹാമിൻ്റെ ചരിത്രം എഴുതുമ്പോഴും അന്നത്തെ കാലത്തെ ജനങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതേപോലെ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ ആ വിഷയം നമ്മോട് പറയുമ്പോഴും നമ്മെയും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി നാം പഠിക്കേണ്ട പാഠം നമുക്ക് തരിക. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മെ വിചാരിച്ചും കൂടെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മെ വിചാരിച്ച് ഇത് വായിക്കുന്ന പുതിയ വിശ്വാസിയെ സംബന്ധിച്ച് അബ്രഹാമിനെക്കുറിച്ചുള്ള പഠനം അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ദൈവം പഠിപ്പിക്കുകയാണ്. വെറും ചരിത്രം അവതരിപ്പിക്കുകയല്ല പൗലോസിൻ്റെ ഉദ്ദേശം. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, പൗലോസ് അപ്പോസ്തലനോട് ദൈവം പറയുന്ന ആഗ്രഹം, നമ്മുടെ ഹൃദയങ്ങൾക്കും ജീവിതങ്ങൾക്കും രൂപാന്തരം വരണം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ നാം മനസ്സിലാക്കണം. ഇപ്പോൾ ഉൽപ്പത്തി 15-6 എഴുതിപ്പെട്ടത് അബ്രഹാമിനെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്താനല്ല, നമ്മെ വിചാരിച്ചു കൂടിയാണ്. നമ്മുടെ വിശ്വാസത്തെ മനസ്സിലാക്കി തരികയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അബ്രഹാമിനെ നീതീകരിച്ചുവെങ്കിൽ നാമും ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നാമും നീതീകരിക്കപ്പെടുമെന്ന് പറയുകയാണ് ദൈവം. നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ നീതീകരണത്തിന് അടിസ്ഥാനം. കാരണം അബ്രഹാമും നാമും എല്ലാം കൃപയുടെയും വിശ്വാസത്തിൻ്റെയും വ്യവസ്ഥയുടെ കീഴിലാണ്. ആ വ്യവസ്ഥയുടെ കീഴിലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ടത്. കർമ്മമാർഗം പ്രമാണത്തിൻ്റെ മാർഗമല്ല, വിശ്വാസത്തിൻ്റെയും കൃപയുടെയും മാർഗത്തിലാണ്. 22 മുതൽ 24 വരെ കണക്കിട്ടു എന്നുള്ളത് കുറഞ്ഞത് 3 തവണയെങ്കിലും കാണാം. കണക്കിട്ടു അവന് നീതിയായി കണക്കിട്ടു, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ വീണ്ടും നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചതിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാൻ തന്നെ, കണക്കിടുക ലോകിസ്വമായ എന്ന യവന വാക്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണക്കെഴുത്തുകാരൻ തൻ്റെ കണക്കുകൾ, വരവും ചെലവ് കണക്കുകൾ ക്രമീകരിക്കുന്ന ലെഡ്ജർ, ബുക്ക് കീപ്പിംഗ് നടത്തുന്ന പോലെ അത് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തുറന്നു വരുന്ന ചിന്തകൾക്ക് സഹായകരമാണ്. നമ്മുടെ പേരിൽ കണക്കിടുന്നു. ദൈവത്തെ നമ്മൾ വിശ്വാസം അർപ്പിച്ചാൽ, കർത്താവ് യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മളെ നീതിമാന്മാരെ കണക്കിടും. ഇപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം, അതാണ് പ്രധാന വിഷയം. അപ്പോൾ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പൗലോസ് ഇതിനകം വ്യക്തമായി കാണിച്ചു തന്നു. ഇപ്പോൾ തൻ്റെ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു രത്നച്ചുരുക്കം ഇവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളും ഞാനും എന്ത് വിശ്വസിക്കണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കണം, വിശ്വാസം എവിടെ വെക്കണം എന്ന് പറഞ്ഞു തരികയാണ്. നാം എന്ത് വിശ്വസിക്കണമെന്നുള്ള അബ്രഹാമിൻ്റെ വിശ്വാസവുമായി ചേർത്ത് ഉപമിച്ച് സംസാരിക്കുകയാണ്.
ഉൽപ്പത്തി 15:6 എഴുതപ്പെട്ടത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ. എഴുതിയിരിക്കുന്ന അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതിൻ്റെ 25 വാക്യം, മലയാളത്തിൽ 25, ഇംഗ്ലീഷ് 24. നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാണ്. കർത്താവ് യേശുവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത് പിതാവായി ദൈവമാണ്. ആ ദൈവത്തിൽ നാമും വിശ്വാസം അർപ്പിച്ചാൽ നമ്മുടെ ജീവിതത്തിലും നീതി കണക്കിടും എന്ന് കാണിച്ചിരിക്കുകയാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ നാം കണ്ടു 17 വാക്യം 4 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്ന അതിനുള്ള കഴിവുള്ള ദൈവത്തിൽ വിശ്വസിച്ച്. അതേപോലെയുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ പറയുന്നത് കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ. കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം. റോമലേഖനത്തിൽ ആദ്യമായിട്ടാണ് യേശു എന്ന പേര് കൃത്യമായി പറയുന്നത്. ഇതിനുമ്പ് നേരിട്ടല്ലാതെ പരാമർശമുണ്ടെങ്കിലും യേശു എന്ന പേര് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇവിടെയാണ്. കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, മർമ്മമാണ്. 1-ാം അധ്യായത്തിൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചെന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ദൈവപുത്രന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു എന്ന് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പറഞ്ഞു. റോമലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിലും അവിടെ കാണുന്നത് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷിക്കപ്പെടും. അപ്പം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം കാണുക. ഉയർത്തെഴുന്നേൽപ്പിലൂടെ ദൈവത്തിന് ശക്തിയോടെ നിർണ്ണയിക്കപ്പെട്ടു. കർത്താവ് യേശുവിനെ പിതാവായി ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അത് രക്ഷയ്ക്ക് അനിവാര്യമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസ് വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പത്രോസ് ഇപ്രകാരമാണ് പറഞ്ഞത്. അവിടെ പറഞ്ഞത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, നമുക്ക് ജീവനുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഫലമാണ്. കർത്താവ് ഇന്നും കല്ലറയിലാണെങ്കിൽ നമുക്ക് പ്രത്യാശയില്ല, പ്രതീക്ഷിക്കാനൊന്നുമില്ല. മരണത്തോടുകൂടി എല്ലാം തീർന്നു, മരണം അവസാനമാണ്. കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് നമുക്ക് ജീവനുള്ളൊരു പ്രത്യാശ നൽകപ്പെട്ടതിൻ്റെ കാരണം. അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഇവിടെ കർത്താവ് യേശുവിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് റോമലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-25 വാക്യങ്ങളിൽ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു. എന്ത് നിമിത്തം? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. എന്നിട്ട് അടുത്തത് നമ്മുടെ നീതീകരണത്തിനായി ഉറപ്പിച്ചുമിരിക്കുന്ന. ഇപ്പോൾ 2 പ്രധാന ചിന്തകളാണ് ഇവിടെ നൽകുന്നത്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു, നമ്മുടെ നീതീകരണത്തിനായി ഉറപ്പിച്ചുമിരിക്കുന്ന. പൗലോസ് അപ്പോസ്തലൻ കർത്താവ് യേശുവിനെ മരണത്തിലേൽപ്പിച്ചതിനെക്കുറിച്ച് പറയും. സാധാരണ സുവിശേഷ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, കർത്താവ് യേശുവിനെ ശത്രുക്കളുടെ കൈകളിലേക്കാണ് മരണത്തിനായി പീലാത്തോസ് ഏൽപ്പിച്ചത്. പക്ഷെ ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ പറയുന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിലേൽപ്പിച്ചു. കർത്താവ് യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്ന പടയാളികൾക്കും യഹൂദ നേതൃത്വത്തിനുമൊന്നും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമല്ല അവരെ യേശുവിനെ ഏൽപ്പിച്ചത്. കർത്താവ് യേശുവിനോടുള്ള അസൂയയും വെറുപ്പും നിമിത്തം യേശുവിനെ എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്നും അവരുടെ ദേശത്തു നിന്നും ഒഴിവാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവർ പീലാത്തോസിൻ്റെ കയ്യിലും പിന്നീട് മരണത്തിനായി പീലാത്തോസ് ഏൽപ്പിച്ചത്. ഇവിടെ പറയുന്ന ദൈവികമായൊരു കാര്യത്തെക്കുറിച്ചാണ്. റോമലേഖനം 4-ാം അധ്യായം മലയാളത്തിൽ 24-ാം വാക്യം, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. ഇവിടെ ദൈവം ഏൽപ്പിച്ചതിനെക്കുറിച്ചാണ്. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തമായി ദൈവം പരമേൽപ്പിച്ച് റോമലേഖനം 3-25 വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഇപ്പോൾ വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകാൻ ദൈവം ഏൽപ്പിക്കുകയായിരുന്നു. റോമലേഖനം 8-ാം അധ്യായം നോക്കുമ്പോൾ ഈ വിഷയം റോമലേഖനം 8-32 ഇങ്ങനെ പറയും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ. അവിടെ വാക്ക് ശ്രദ്ധിക്കുക, ഏൽപ്പിച്ചു തന്നു. നമുക്കെല്ലാവർക്കും വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മുടെ പാപപരിഹാരത്തിനായി ഏൽപ്പിച്ചു തന്നവൻ. ഇപ്പോൾ നമ്മുടെ പാപപരിഹാരത്തിനായി നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ഏൽപ്പിച്ചു തന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമുക്കുണ്ടായിരുന്ന കുറ്റബോധത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട് ഏൽപ്പിച്ചു തന്നു. കർത്താവ് യേശു മരണത്തിൽ നിന്ന് എഴുന്നേറ്റു. കാരണം നമ്മുടെ നീതീകരണത്തിന് അത് ആവശ്യമാണ്.
ദൈവത്തിൽ നാം നീതീകരിക്കപ്പെട്ടവരായി കയറിച്ച് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ അംഗീകാരം പ്രാപിപ്പാൻ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. അപ്പോൾ 24-25 വാക്യം വീണ്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ നീതീകരണത്തിനായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് കർത്താവ് യേശു മരിച്ചത് നമ്മുടെ നീതീകരണത്തിനാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് റോമർ 5:9 പറയുമ്പോൾ നോക്കുക. അവിടെ പറയുന്ന ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടമോ ശേഷമോ യേശുവിൻ്റെ രക്തത്താലാണ് നീതീകരണമെന്ന് 5:9 പറഞ്ഞു. 3-ാം വാക്യത്തിൽ അവൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ച് എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ നീതീകരണത്തിനായി അവൻ്റെ രക്തം മൂലമുള്ള നീതീകരണം, ഉയർത്തെഴുന്നേൽപ്പിലൂടെയുള്ള നീതീകരണം. ഇപ്പം നമ്മുടെ നീതീകരണത്തിന് കർത്താവ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം. കാരണം യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ചിന്തിക്കുക, ദൈവത്തിൻ്റെ ക്രോധം ശമിച്ചു. മനുഷ്യൻ്റെ പാപനിമിത്തം ദൈവത്തിൻ്റെ കോപവും ക്രോധവും, ജ്വലിച്ചു നിന്ന കോപവും ക്രോധവും, ദൈവപുത്രനായ കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ മരണം, തൻ്റെ രക്തം ചൊരിഞ്ഞതിലൂടെ അത് ശമിച്ചു. അത് വളരെ പ്രാധാന്യമാണ്. ചിലപ്പോൾ ചില എഴുത്തുകാർ ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി എബ്രായ ലേഖനം ചിന്തിക്കാറുണ്ട്. എബ്രായ ലേഖനത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ മഹാപുരോഹിതനായിട്ട് അവതരിപ്പിക്കുന്നത്. മഹാപുരോഹിതൻ. എബ്രായ ലേഖനം 2-ാം വാക്യത്തിൽ ആ വിഷയം ഇങ്ങനെ കാണാം. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിൽ നിൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പോൾ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുക. എബ്രായ ലേഖനം 3-ാം വാക്യത്തിലും അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കാം. മഹാപുരോഹിതന് മാത്രമാണ് അകത്തേക്ക് കയറാൻ പറ്റുന്നത്. എബ്രായ ലേഖനം 4-ാം 14-15 ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പഴയ നിയമത്തിലെ മഹാപുരോഹിതനെയും പുതിയ നിയമത്തിലെ യേശുവിനെയും ഒരുമിച്ച് അവതരിപ്പിക്കുക. സമാന്തരമായി മഹാപുരോഹിതനെക്കുറിച്ച് ലേവ്യ പുസ്തകത്തിൽ വളരെ മനോഹരമായി വിശദമായി എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ. കർത്താവ് യേശുവാണ് നമ്മുടെ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ മഹാപുരോഹിതൻ വർഷത്തിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്ത്, വിശുദ്ധ സ്ഥലത്തല്ല, അവിടെ പുരോഹിതന്മാർക്ക് കയറാം എല്ലാ ദിവസവും, അതിവിശുദ്ധ സ്ഥലത്ത്, അത് ആലയത്തിലായാലും സമാഗമന കൂടാരത്തിലായാലും വർഷത്തിലൊരിക്കൽ മൃഗയാഗം ആ രക്തവും കയ്യിലെടുത്തുകൊണ്ട് അരയിൽ ചങ്ങല കെട്ടി വലിയ ചരട് കെട്ടി അകത്തേക്ക് പ്രവേശിക്കും. അവിടെ കൃപാസനത്തിന് മുമ്പിലുള്ള ആ ലിഡ്, ആ പാത്രം, അവിടെ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ മൃഗത്തിൻ്റെ രക്തം തളിക്കും. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ പ്രതീകമാണത്. പുറത്ത് നിൽക്കുന്ന ജനങ്ങളുടെ പാപപരിഹാരത്തിനും തൻ്റെ പാപപരിഹാരത്തിനും വേണ്ടിയാണ് മഹാപുരോഹിത നിലയിൽ കർത്താവ് യേശു അത് തന്നെയാണ് ചെയ്തത്. എബ്രായ ലേഖനം 9-ാം വാക്യത്തിൽ പക്ഷേ കർത്താവ് ചെയ്ത ഭൂമിയിലൊരു കെട്ടിടത്തിലല്ല. എബ്രായർ 9:24 പറയുന്നത് ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. കർത്താവ് യേശു ശരിക്കും ക്രൂശിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുമ്പിലാണ് ഈ ശുശ്രൂഷ നിറവേറ്റിയത്. മൃഗങ്ങളുടെ രക്തത്തോടു കൂടിയല്ല, തൻ്റെ സ്വന്തം രക്തം. അതുമായി നമുക്ക് പ്രായശ്ചിത്തമൊരുക്കി. ദൈവത്തിൻ്റെ കോപം തണുത്തു. എല്ലാ വർഷവും ഇത് ചെയ്യേണ്ട കാര്യമില്ല. എന്നേക്കുമായി, ഒരിക്കലായിട്ട് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. അപ്പം മഹാപുരോഹിത ശുശ്രൂഷ കർത്താവ് പൂർത്തിയാക്കി കർത്താവ് മരണത്തിൽ നിന്ന് എഴുന്നേറ്റു, പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയി. അപ്പോൾ ആ ഒരു പിതാവിൻ്റെ കയറിപ്പോയി ഒരു വലിയ സംതൃപ്തി ദൈവത്തിനുണ്ടായി. അത് വളരെ ആവശ്യമായിരുന്നു. അതിൻ്റെ അനുഗ്രഹമായിട്ടാണ് നാം നീതീകരിക്കപ്പെടുന്നത്. പാപപരിഹാരം ലഭിച്ചത് കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ പരമയാകാം. അതുകൊണ്ടാണ് റോമലേഖത്തിൽ വളരെ വ്യക്തമായി ശക്തമായി പൗലോസ് പറഞ്ഞു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ചു. കർത്താവ് യേശു മരിച്ചത് നമുക്ക് വേണ്ടിയാണ്, നിങ്ങളുടെയും എൻ്റെയും പാപങ്ങൾ ചുമന്നുകൊണ്ടാണ്. കർത്താവിൻ്റെ ദേഹത്തിൽ വീണ ഓരോ അടിക്കും, ഓട്ടോ ചാട്ടവാറും, ആ ശരീരത്തെ കുത്തിക്കേറിയ ആണികളും, താൻ അനുഭവിച്ച അപമാനങ്ങളും, എല്ലാ വേദനകളും, കാർക്കിച്ച് തുപ്പലും, കർണത്തടിച്ചും മുടി വലിച്ചു പറിച്ചും കർത്താവ് അനുഭവിച്ചതെല്ലാം നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. നമ്മുടെ അതിക്രമം കർത്താവിൻ്റേതല്ല,
കർത്താവ് പാപമില്ലാത്തവനാണ്. അപ്പോൾ പൗലോസ് അത് വ്യക്തമായി പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു. പിതാവ് ദൈവം മരണത്തിലേക്ക് ഏൽപ്പിച്ചു. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. പാപമെന്തെന്നറിയാത്ത സ്വന്തം പുത്രനെ പോലും നമുക്ക് വേണ്ടി മരണത്തിന്, ക്രൂരമായ മരണത്തിന് ഏൽപ്പിച്ചു. അവിടെ അവസാനിക്കുന്നില്ല, നമ്മുടെ നീതീകരണത്തിനെ ഉയർപ്പിച്ചു വിരിക്കുന്നു. നമ്മുടെ നീതി, അപ്പം മരണവും ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാന വിഷയങ്ങളാണ്. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. കാരണം പാപമില്ലാത്ത കർത്താവ് പാപത്തിന് ശിക്ഷ വിധിച്ചു. തൻ്റെ പരമയാഗത്താൽ സകല യാഗങ്ങൾക്കും പൂർത്തീകരണം വരുത്തി. തരിശിൽ രണ്ടായിട്ട് കീറി മുറിച്ച് ജനങ്ങൾക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കയറിച്ചെല്ലാം, കൃപാസനത്തിൻ്റെ അടുക്കളയിൽ കയറിച്ചെല്ലാം, രക്ഷയുടെ അനുഭവം സ്വന്തമാക്കാം, ജീവനുള്ള പ്രത്യാശ ലഭിക്കും. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ പ്രയോജനമുണ്ടാകും. കാരണം ക്രിസ്തു പാപപരിഹാരത്തിനായി തന്നെ യാഗമായി അർപ്പിച്ചവനാണ്. ആ മരണത്തോട് നാം അനുരൂപപ്പെടുമ്പോൾ, ആ അടക്കത്തോട് ഉയർപ്പിനോട് നമ്മൾ അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് മോചിക്കപ്പെടുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നുവെങ്കിൽ നാം പാപത്തിൽ തന്നെ മരിക്കും. പാപമോചനമില്ല, സുവിശേഷമില്ല. ഇത് വളരെ പ്രധാനമായിട്ട് പോലെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവ് യേശുവിൻ്റെ ക്രൂശാരോഹണവും കർത്താവ് യേശുവിൻ്റെ പുനരുത്ഥാനവും, ആ സാൽവേഷൻ എന്ന് പറയുന്ന വലിയ വാതിൽ തിരിയുന്ന കൊളുത്തുകളാണ്, ഹിഞ്ചസാണ്, വിജാഗിരിയാണ്. ഈ രണ്ട് പ്രധാന വിഷയങ്ങൾ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിനേൽപ്പിച്ച് നമ്മുടെ നീതീകരണത്തെ ഉയർപ്പിച്ചു മിരിക്കുന്ന, നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കും. ഹൃദയപൂർവ്വം വിശ്വസിക്കണം. കർത്താവ് യേശു എൻ്റെ രക്ഷിതാവാണ്. എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി മാറിയവനാണ്. ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ എനിക്ക് വേണ്ടി ഏറ്റെടുത്തവനാണ്. ആ യേശു മരണത്തിൽ നിന്ന് പിതാവ് ദൈവം ഉറപ്പിച്ചു. ആ യേശുവിനെ പിതാവ് ദൈവത്തിന് ഉറപ്പിക്കാൻ കഴിയുമെങ്കിൽ പാപപങ്കിലമായി എൻ്റെ മരിച്ച ആത്മീക ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിനോട് ചേരുവാൻ ഞാൻ സ്നാനമേൽക്കുമ്പോൾ എനിക്കൊരു പുതിയ ജീവിതം തരും. ദൈവത്തിനത് കഴിയും. ആണ് യേശുവിലൂടെ അത് കാണിച്ചു. ഈ തിരിച്ചറിവിലാണ് ഒരു വ്യക്തി സ്നാനത്തിനായി തന്നെ ഏൽപ്പിക്കുന്നത്. ഹൃദയപൂർവ്വം ആ വ്യക്തിക്ക് രൂപാന്തരമുണ്ടാകും. തുടരാം. അടുത്ത ദിവസം ഇതിൻ്റെ മറുഭാഗം കൂടി നമുക്ക് ചിന്തിക്കാനുണ്ട്. അതും കൂടി നമുക്ക് ചിന്തിക്കണം. മറക്കരുത്, നമുക്കേണ്ടി കർത്താവ് എന്ത് ചെയ്തു. അബ്രഹാമിൻ്റെ വിശ്വാസം പിന്തുടരാൻ പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവ് പറയുന്നു, അബ്രഹാമിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അബ്രഹാമിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അബ്രഹാമിനെ വിചാരിച്ചല്ല. റോമലേഖനം 4-ാം അധ്യായം പഠിക്കുന്ന കേൾക്കുന്ന നിങ്ങളെ ഉദ്ദേശിച്ചു കൂടിയാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം കണ്ടുപഠിക്കുക. അബ്രഹാം എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിച്ചത്? ഏത് പ്രതികൂലത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും നിരാശയുടെയും നടുവിലും ദൈവത്തിൽ മുറുകെ പിടിച്ചു നിന്നു. ദൈവത്തിൽ നിന്നെ കണ്ണ് മാറ്റിയില്ല, ദൈവത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിയില്ല. തളർന്നപ്പോഴപ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ കൂടുതൽ പ്രാർത്ഥിച്ചു, ദൈവത്തെ കൂടുതൽ നമസ്കരിച്ചു, കൂടുതൽ ബഹുമാനിച്ചു. തളരുമ്പോഴെല്ലാം കൂടുതലായിട്ട് ദൈവത്തോട് അടുത്ത് വരിക, ദൈവത്തെ കൂടുതലായിട്ട് സ്തുതിക്കുക, ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിക്കുക, ദൈവത്തിൻ്റെ വിശേഷണമുള്ള നാമങ്ങൾ ഉച്ചരിച്ചൊരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. തളരുമ്പോഴെല്ലാം അത് ബലം തരും. വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു അബ്രഹാം. അത് നമ്മൾ വെറുതെ ഇരുന്നാൽ ലഭിക്കില്ല. നമ്മുടെ ഭാഗത്ത് അതിനുവേണ്ടി ശ്രമം ഉണ്ടാകണം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവനെ നീതിയായി കണക്കിട്ടു. ഇതേപോലെ നാം വിശ്വസിക്കണം ദൈവത്തിൽ. ഇവിടെ പ്രത്യേകിച്ച് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൽ, യേശുവിൽ വിശ്വസിക്കുക. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ദൈവം ഏൽപ്പിച്ചു. മഹാപുരോഹിതനായി തൻ്റെ ജോലി തീർത്തു. തൻ്റെ രക്തവുമായി സ്വർഗത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് ഒരുക്കി തന്ന കർത്താവ്, ആ കർത്താവിനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവം. നമ്മുടെ വിശ്വാസം എവിടെ വെച്ചിരിക്കുന്നു? വിശ്വാസം പ്രത്യാശയും ദൈവത്തിൽ വെക്കണം. അതാണ് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത്. ദൈവം സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം. ഈ വചനങ്ങൾ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് ബലം തരട്ടെ. ധ്യാനിക്കുക, ദൈവത്തോട് നന്ദി പറയുക, ദൈവത്തിനായി ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കണം.